ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ എപ്പോഴും പരിശുദ്ധ അമ്മയെ പറ്റി വാചാലനാകുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ആഗ്രഹം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞതും ഡാനിയൽ അച്ഛനോടാണ്. അച്ഛാ, എനിക്ക് ഒരു ദൈവവചനമാണ് അച്ഛൻ എനിക്ക് റിപ്ലൈ തന്നത്. ആ വചനത്തെ ഞാൻ ഏറ്റെടുത്തു. കാരണം ഒരു പൗരോഹിത്യ അധികാരത്തിൽ, പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിൽ ഒരു പുരോഹിതൻ എനിക്ക് തന്ന വചനം. പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നൊരു ഭാരം, ഹൃദയത്തിൽ നിന്നൊരു വിങ്ങൽ ഞാൻ അറിയാതെ അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നീട് കണ്ണ് നിറയാതെ ആ പ്രാർത്ഥന എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ, പരിശുദ്ധമായ ബലിപീഠത്തിൻ്റെയും പുരോഹിത ശ്രേഷ്ഠരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് നിങ്ങളോട് തീയാകുന്ന ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനുള്ള പ്രായമോ പക്വതയോ ജീവിത വിശുദ്ധിയോ ആത്മീയ ഔന്നത്യമോ ഒന്നും എനിക്ക് അവകാശപ്പെടുവാനില്ല. എന്നിട്ടും ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവ തിരുവചനം പങ്കുവയ്ക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ പേരേ ഉള്ളൂ: ദൈവകരുണ. ഞാൻ എന്തായിരിക്കുന്നുവോ അതെൻ്റെ കർത്താവിൻ്റെ കൃപയാലാണ്. ഇന്ന് ഈ നിമിഷം എനിക്ക് വലിയൊരു സാക്ഷ്യത്തിൻ്റെ നിമിഷമാണ്. ആ സാക്ഷ്യം പറയാതെ ഞാൻ വചനത്തിലേക്ക് കടന്നാൽ അത് ഞാൻ സ്വർഗത്തോട് ചെയ്യുന്ന ഒരു അനീതിയായിരിക്കും. എൻ്റെ ആത്മീയ ഗുരുവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതുമായ ബഹുമാനപ്പെട്ട ഡാനിയൽ പൂവണ്ണത്തിൽ അച്ഛൻ എപ്പോഴും പരിശുദ്ധ അമ്മയെപ്പറ്റി വാചാലനാകുന്നത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അമ്മയുമായിട്ടുള്ള അച്ഛൻ്റെ വ്യക്തിബന്ധവും, അമ്മ കൊടുക്കുന്ന അനുഭവങ്ങളും, അമ്മ വഴി നടത്തുന്ന ആത്മീയ വഴികളെക്കുറിച്ചെല്ലാം അച്ഛനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം മാതാവുമായിട്ട് ഒരു ഗാഢമായ വ്യക്തിബന്ധമുണ്ടായിരുന്ന വ്യക്തിയല്ല ഞാൻ. മാതാവിനെ അത്രയേറെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഞാൻ ഒരു വർഷം മുമ്പ് വരെ. അപ്പോൾ ഇങ്ങനെ ആവർത്തിച്ച് അമ്മയെ പറ്റിയുള്ള വചനങ്ങൾ കേട്ടപ്പോൾ സ്വർഗം എനിക്കൊരു കൃപ തന്നു. അമ്മയെക്കുറിച്ചൊന്ന് അറിയാൻ ശ്രമിച്ചുകൂടെ? അവരാ പറയുന്ന പോലെ അമ്മ ഒരു വലിയ അനുഭവമാണെങ്കിൽ, അച്ഛൻ പറയുന്ന പോലെ അമ്മ ഒരു വലിയ സ്വാന്തനമാണെങ്കിൽ, അമ്മ വലിയ അനുഗ്രഹമാണെങ്കിൽ, അതെനിക്കും ഒന്ന് അറിയണം കർത്താവേ. ഒരാഗ്രഹം എന്നിൽ വരികയുണ്ടായി. ആ ആഗ്രഹം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞതും ഡാനിയൽ അച്ഛനോടാണ്. അച്ഛാ, എനിക്ക് പരിശുദ്ധ അമ്മയെ ആഴത്തിൽ അറിയണം. അച്ഛൻ അതിന് കൂടുതൽ മറുപടി ഒന്നും പറഞ്ഞില്ല. ഒരു ദൈവവചനമാണ് അച്ഛൻ എനിക്ക് റിപ്ലൈ തന്നത്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 21-22 ഓടിച്ചെന്നു ഞാൻ ബൈബിൾ തുറന്നു. അഭിഷേകത്തിൻ്റെ തീ പൊതിഞ്ഞൊരു വചനമാണതെന്ന് ഇന്ന് എനിക്ക് നിങ്ങളോട് ശക്തമായിട്ട് പറയുവാൻ കഴിയും. കാരണം ആ വചനത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യമാണ് ഞാൻ. ആ വചനം ഇതാണ്: നാം ആഗ്രഹിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് യേശുക്രിസ്തുവിലും സഭയിലും തലമുറയായും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എനിക്ക് കൂടുതലൊന്നും ആ വചനത്തിൻ്റെ ശക്തി അന്നേരം മനസ്സിലായില്ല. പക്ഷേ ആ വചനത്തെ ഞാൻ ഏറ്റെടുത്തു. കാരണം ഒരു പൗരോഹിത്യ അധികാരത്തിൽ, പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തിൽ ഒരു പുരോഹിതൻ എനിക്ക് തന്ന വചനം. അവിടെ മുതൽ പരിശുദ്ധ അമ്മയെ എൻ്റെ മാനുഷികമായ ശക്തി കൊണ്ട് പ്രാർത്ഥിക്കുവാനും, കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള ശക്തമായ പ്രാർത്ഥന റിപ്പീറ്റ് ചെയ്യുവാനുമൊക്കെ ഞാൻ എൻ്റെ മനുഷ്യ ശക്തി കൊണ്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പോകെ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നൊരു ഭാരം, ഹൃദയത്തിൽ നിന്നൊരു വിങ്ങൽ ഞാൻ അറിയാതെ അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നീട് കണ്ണ് നിറയാതെ ആ പ്രാർത്ഥന എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ വരികയുണ്ടായി. അതെ, നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും എത്രയോ അപ്പുറം പരിശുദ്ധ അമ്മയെ ഒന്ന് പരിചയപ്പെടണം, അമ്മയെ ഒന്ന് അറിയണം എന്ന് മാത്രമായിരുന്നു എനിക്ക് സ്വർഗത്തോടുള്ളൊരു റിക്വസ്റ്റ്. പക്ഷേ ഇന്ന് പരിശുദ്ധമായ ഈ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മ ലീഡറായിരിക്കുന്ന ഈ ആത്മീയ നേതൃത്വത്തിൽ പരിശുദ്ധ അമ്മയുടെ പെരുന്നാൾ ദിവസം അമ്മയെ പ്രഘോഷിക്കുവാൻ സ്വർഗം എനിക്കൊരു അവസരം തരുമ്പോൾ അത് ആ വചനത്തിൻ്റെ സാക്ഷ്യമാണെന്നല്ലാതെ ഞാൻ എന്താണ് പറയേണ്ടത്? വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് എനിക്കിത്. വ്യക്തിപരമായിട്ട് എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന്, അമ്മയ്ക്കും സ്വർഗത്തിനും കൊടുക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട മൺറത്തച്ഛൻ എന്നോട് സംസാരിക്കണമെന്ന് വിളിച്ച് പറഞ്ഞപ്പം അതിൻ്റെ ഷോക്കിൽ നിന്നെല്ലാം
ഒന്ന് റിലീവായപ്പം കർത്താവിനോട് ചോദിക്കാൻ തുടങ്ങി, എന്താ കർത്താവെ ഞാൻ സംസാരിക്കേണ്ടത്, എന്ത് വചനമാണ് ഞാൻ പങ്കുവെക്കേണ്ടത്, എന്താണ് ഞാൻ പറയേണ്ടത്. അങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലേക്ക് കർത്താവ് തന്നൊരു പ്രേരണ, കുടുംബ സമാധാനം, ഇത് തന്നെ ആവർത്തിച്ച് തികട്ടി വരുവാൻ തുടങ്ങി. കുറേയേറെ വചനവുമായി ചേർന്ന് നിന്ന് ചിന്തിച്ചപ്പോൾ കർത്താവ് ആ പ്രേരണ തന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം കർത്താവ് ഏറെ ഇഷ്ടപ്പെട്ടതും എന്നാൽ ഇന്ന് ഏറെ ആകുലപ്പെടുന്നതുമായ ഒരു വിഷയമാണ് കുടുംബ സമാധാനം എന്നുള്ളത്. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രസക്തിയുള്ള വിഷയമാണ്. ഈ കർത്താവിന് കുടുംബം ഒത്തിരിയേറെ പ്രിയപ്പെട്ടതാണെന്ന് ഞാൻ പറയുന്നതിനുള്ള 1-2 കാരണങ്ങൾ ഞാൻ വചനത്തിൽ നിന്ന് കാണിക്കാം. കർത്താവ് ആദ്യം രൂപം കൊടുത്ത പ്രസ്ഥാനം എന്ന് പറയുന്നത് പൗരോഹിത്യമല്ല, ഒരു സന്യാസ ജീവിതമല്ല, ഒരു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കലല്ല. കർത്താവ് ആദ്യമായി രൂപം കൊടുത്ത പ്രസ്ഥാനം, ഫസ്റ്റ് പ്രയോറിറ്റി കർത്താവ് കൊടുത്തത് കുടുംബത്തിനാണ്. ഏദൻ തോട്ടത്തിൽ ആദമിനെയും ഹവ്വയെയും ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കുടുംബം രൂപപ്പെടുത്തി. ഇനി നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ കർത്താവ് ജനിക്കുവാൻ താല്പര്യപ്പെട്ടതും ഒരു കുടുംബത്തിലാണ്. കർത്താവിന് വേണമെങ്കിൽ ആ കുടുംബത്തെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു കന്യകാജനനമാകാമായിരുന്നു പിതാവില്ലാതെ. പക്ഷേ കർത്താവ് ഒരു കുടുംബാന്തരീക്ഷത്തിൽ ജനിക്കുവാൻ ആഗ്രഹിച്ച് ഒരു കുടുംബം രൂപം കൊടുത്ത് അതിൽ വന്ന് പിറക്കുന്നു. ഇനി നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി വചനം ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാം, കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ മഹത്വം ആദ്യം വെളിപ്പെടുത്തുന്നത് ഒരു കുടുംബം രൂപപ്പെടുന്ന കല്യാണ വീട്ടിൽ വെച്ചാണ്. ഇനിയും കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് നമ്മൾ ജീവൻ്റെ പുസ്തകം അവസാനിപ്പിക്കുന്ന വെളിപാട് പുസ്തകത്തിൻ്റെ നമുക്കെടുത്ത് പറയാവുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം കുഞ്ഞാടിൻ്റെ കല്യാണ വിരുന്നാണ്. അപ്പോൾ ആദ്യന്തം കർത്താവ് നെഞ്ചോട് ചേർത്ത് വെച്ച ഒരു പ്രസ്ഥാനമാണ് കുടുംബം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കർത്താവ് ഏറെ ഇഷ്ടപ്പെടുന്നതും എന്നാൽ ഇന്ന് ഏറെ ആകുലപ്പെടുന്നതും ഈ വിഷയത്തെ സംബന്ധിച്ച് തന്നെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം എന്താണെന്നറിയാമോ, കർത്താവിന് അത്രയേറെ പ്രിയപ്പെട്ട ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ, കർത്താവ് അത്രയേറെ പ്രാധാന്യം കുടുംബങ്ങൾക്ക് കൊടുത്തതുകൊണ്ട് തന്നെ സാത്താൻ ആദ്യം പ്രവേശിക്കുന്നതും ഒരു കുടുംബത്തിലേക്കാണ്. സാത്താൻ ആദ്യം കടന്നു ചെല്ലുന്നതും ഏദൻ തോട്ടത്തിലേക്കാണ്. അപ്പോൾ ഈ കുടുംബത്തെക്കുറിച്ച് ഒരു വചനാധിഷ്ഠിതമായ കുറച്ച് കാര്യങ്ങൾ അറിയുന്നത് നമ്മളെ കുറച്ചൊക്കെ തിരുത്തലുകൾ ആവശ്യമായ മേഖലയിൽ തിരുത്തുവാൻ നമ്മെ സഹായിക്കും. അതിന് എല്ലാവരുടെയും ഹൃദയങ്ങൾ തുറന്നു കിട്ടട്ടെ എന്ന് ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. കാരണം വചനം നമ്മൾ എപ്പോഴും ഗ്രഹിക്കേണ്ടത് ബുദ്ധി കൊണ്ടല്ല, വചനം എപ്പോഴും നമ്മൾ ഗ്രഹിക്കേണ്ടത് ഹൃദയം കൊണ്ടാവണം. എങ്കിൽ മാത്രമേ മനുഷ്യ ജീവിതങ്ങളെ മാറ്റിമറിക്കുവാൻ വചനങ്ങൾക്ക് പറ്റുകയുള്ളൂ. ഒരു വചനം കേട്ടാൽ അത് നമ്മൾ ബുദ്ധി കൊണ്ട് ഏറ്റെടുക്കരുത്. ദൈവകാര്യങ്ങളെ ബുദ്ധി കൊണ്ട് ടാലി ചെയ്താൽ നമുക്ക് ദൈവവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ പറ്റില്ല. കാരണം നമ്മുടെ പരിമിതമായ ബുദ്ധിക്കുള്ളിൽ ഒതുക്കുവാൻ പറ്റുന്നതല്ല ദൈവിക രഹസ്യങ്ങൾ. മനുഷ്യൻ്റെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്. അപ്പം ഹൃദയം തുറന്നു കിട്ടണം. ഹൃദയം തുറന്നു തരേണ്ടത് കർത്താവാണ്. നമുക്ക് ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഹൃദയങ്ങൾ തുറക്കപ്പെട്ട് കിട്ടുവാൻ മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നമുക്ക് ഒരു 2 കുടുംബങ്ങളെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ആ 2 കുടുംബങ്ങളിലെ ചില വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുടുംബജീവിതം കുറച്ചുകൂടെ ആത്മീയമാക്കുവാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ ആ 2 കുടുംബങ്ങളിൽ നമുക്ക് ആദ്യത്തെ കുടുംബത്തെ ഒന്ന് ശ്രദ്ധിക്കാം. അത് മറ്റൊന്നുമല്ല, മറ്റൊരു കുടുംബമല്ല, നമുക്കൊക്കെ സുപരിചിതമായ കർത്താവ് ആദ്യം രൂപം കൊടുത്ത ഏദൻ തോട്ടത്തിലെ ആദത്തിൻ്റെയും ഹവ്വയുടെയും കുടുംബമാണ്. ഒരു കുടുംബം, ആദമും ഹവ്വയും. അവിടെ ഞാൻ പറഞ്ഞു, ലോകപ്രകാരം നോക്കുമ്പോൾ സമ്പന്നമാണ്. ഞാൻ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ടൊക്കെ എല്ലാം ഉണ്ട്. ലോകം നോക്കുമ്പോൾ അവർക്ക് സന്തോഷം അവരുടെ കുടുംബത്തിലുണ്ട്. എന്നാൽ ആ കുടുംബത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറ പിറന്നു വന്നോ? വന്നില്ല.
എന്നാൽ ഇനി നമ്മൾ ഇപ്പുറത്ത് കാണാൻ പോകുന്നത് നസ്രയത്തിലെ കുടുംബമാണ്. പരിശുദ്ധ അമ്മയെയും യോസേഫ് പിതാവിനെയും ചേർത്ത് കർത്താവ് രൂപം കൊടുത്ത നസ്രയത്തിലെ കുടുംബം. ആ കുടുംബത്തെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഡെഡ് ഓപ്പോസിറ്റായിട്ട് ലോകപ്രകാരം ഒരു സമ്പന്നമാണെന്ന് പറയാൻ പറ്റുന്ന കുടുംബമായിരുന്നില്ല. ദാരിദ്ര്യം, പരാധീനതകൾ, കഷ്ടപ്പാടുകൾ, ലോകത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പം ഒരു ദാരിദ്ര്യം പിടിച്ച കുടുംബം, അത്രയേ ഉള്ളൂ. പക്ഷേ ഏദൻ തോട്ടത്തിൽ ഇല്ലാതിരുന്ന ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവാച്യമായ ഒരു ഗാഢമായ സ്നേഹബന്ധം, അവാച്യമായ ഒരു ദൈവിക സാന്നിധ്യം, അനുഗ്രഹിക്കപ്പെട്ട തലമുറ, ലോകരക്ഷകന് ജന്മം കൊടുക്കുവാൻ യോഗ്യത നേടിയ കുടുംബം. അപ്പം എന്തായിരുന്നു ഡിഫറൻസ്? എന്താണ് ആ കുടുംബങ്ങളെ, ഒരു കുടുംബത്തെ തകർച്ചയിലേക്ക് നയിച്ചതും ഒരു കുടുംബത്തെ രക്ഷയുടെ ഉന്നതിയിലേക്ക് നയിച്ചതുമായ ചില കാര്യങ്ങൾ നമുക്ക് ഈ പരിമിതമായ സമയത്ത് ഒന്ന് ചിന്തിക്കാം. അങ്ങനെ ദൈവം ഈ രണ്ട് കുടുംബവും സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അന്തരമുണ്ട്, കാലഘട്ടം വ്യത്യാസമുണ്ട്, ഞാൻ മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയുന്നതേ ഉള്ളൂ. രണ്ട് കുടുംബത്തെയും നമ്മൾ ഒരുമിച്ച് കാണുക. പെട്ടെന്നൊരാൾ എൻറ്റർ ചെയ്യുകയാണ് ഏദൻ തോട്ടത്തിലെ ആ കുടുംബത്തിലേക്ക്. ഒരാൾ എൻറ്റർ ചെയ്യുകയാണ്. ആ എൻട്രി ഈസി ആയിരുന്നു. സാത്താന് ഏദൻ തോട്ടത്തിലെ കുടുംബത്തിലേക്കുള്ള എൻട്രി വളരെ സ്മൂത്തായിരുന്നു. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുകയായിരുന്നു. എന്നാൽ നസ്രയത്തിലെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ സാത്താന് അവരെ ഒന്ന് കാണാൻ പോലും കിട്ടിയില്ല. സാത്താന് അവരെ ഒന്ന് തൊടാൻ പോലും കിട്ടിയില്ല. സാത്താന് അവരെ ഒന്ന് കൊഞ്ഞരം കുത്തി കാണിക്കാനുള്ള അവസരം പോലും സ്വർഗം നൽകിയില്ല. എന്താണ് കാര്യം? ശരിക്കും പറഞ്ഞാൽ ഏദൻ തോട്ടത്തിലെ കുടുംബം ആത്മീയമായി സമ്പന്നമായിരുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ കുടുംബം. എപ്പോൾ വിളിച്ചാലും ദൈവം അടുത്തു വരുന്ന ഒരു അസുലഭ ഭാഗ്യം കിട്ടിയ കുടുംബം. ദൈവത്തിൻ്റെ കൈ പിടിച്ച് മധ്യാഹ്നങ്ങളിൽ നടക്കുവാൻ ഭാഗ്യം കിട്ടിയ കുടുംബം. ദൈവിക സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ഭാഗ്യം കിട്ടിയ കുടുംബം. ദൈവിക സംവിധാനങ്ങൾ എന്ന് പറയുമ്പം ദൈവം രൂപം കൊടുത്ത വൃക്ഷങ്ങളും പുഷ്പങ്ങളും പൂക്കളും അങ്ങനെയല്ല, ദൈവത്തിൻ്റെ കരവിരുതായ ദൈവിക സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുവാനുള്ള ഭാഗ്യം. പക്ഷേ എന്താണ് സാത്താന് അങ്ങോട്ടേക്കുള്ള, എന്നിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നിട്ടും എന്താണ് സാത്താൻ അങ്ങോട്ടുള്ള എൻട്രി സ്മൂത്താക്കി കൊടുത്തത്? അത് സൂക്ഷ്മമായിട്ട് അവരെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും. ലാഘവ ബുദ്ധിയോടെ ദൈവിക സംവിധാനങ്ങളോടുള്ള സമീപനം മാത്രമാണ്. വളരെ ലാഘവ ബുദ്ധിയോടെ കർത്താവ് ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യമെല്ലാം അവർക്ക് അതൊക്കെ ഒരു നേരം പോക്കായിരുന്നു. ചെയ്താലും കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർക്ക് ദൈവസ്വരത്തേക്കാൾ, ദൈവസ്വരങ്ങളുടെയും ദൈവിക സാന്നിധ്യങ്ങളുടെയും നടുക്ക് നിൽക്കുമ്പോൾ തന്നെ അവർക്ക് വിശ്വസിക്കാൻ എളുപ്പമായതും വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടതും വിശ്വസിച്ചതും സാത്താൻ്റെ സ്വരവും സാത്താൻ്റെ തിയറീസുമാണ്. വളരെ ഒരു ഭാരം നമ്മുടെ ഹൃദയങ്ങളെ ഈ നിമിഷം കീഴടക്കട്ടെ. ആ ആദമും ഹവ്വയുമായിട്ട് നിൽക്കുന്ന ആ കുടുംബം നമ്മുടെ കുടുംബങ്ങൾ കൂടെയാണ്. ഇതിൻ്റെ ഈ പറയുന്ന ഈ കാര്യങ്ങളുടെ ഗ്രാവിറ്റി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നസ്രയത്തിലെ കുടുംബത്തിലേക്ക് പോകണം. അതിനു മുമ്പ് ഈ വിഷയം ഞാൻ ഇവിടെ ഒന്നുകൂടെ ക്ലിയർ ആക്കുവാൻ ശ്രമിക്കുകയാണ്. ദൈവിക സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ, ഇഷ്ടം പോലെ ദേവാലയങ്ങൾ, ഇഷ്ടം പോലെ പുരോഹിതന്മാർ, ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ള പരിശുദ്ധ കുർബാനകൾ, ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ള വചനം, ഈ തീയാകുന്ന ജീവന്റെ പുസ്തകം, കർത്താവിൻ്റെ ഹൃദയമാകുന്ന വേദപുസ്തകം ഏത് സമയമെടുത്ത് ഉപയോഗിക്കുവാൻ ഭാഗ്യം ലഭിച്ച ജനമാണ് നമ്മൾ. പക്ഷേ ഈ സംവിധാനങ്ങളെ എത്ര ലാഘവ ബുദ്ധിയോടെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്? എത്ര ലാഘവ ബുദ്ധിയോടെയാണ് നമ്മൾ ദൈവം സ്ഥാപിച്ച സംവിധാനങ്ങളെയും ദൈവികമായുള്ള കൂദാശകളെയും ദൈവികമായിട്ടുള്ള ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന പല നിമിഷങ്ങളെയും കാണുന്നത്? വലിയ അപകടമാണ്, വലിയ അപകടമാണ്. തലമുറകൾ നശിക്കാതിരിക്കാൻ വലിയൊരു തിരിച്ചറിവ് എല്ലാ കുടുംബങ്ങളിലേക്ക് ഈ നിമിഷം വ്യാപരിക്കണം. കരം വിരിച്ച് നിൽക്കുന്ന കർത്താവിനേക്കാൾ, കർത്താവിൻ്റെ സ്വരത്തേക്കാൾ, കർത്താവ് കഴിക്കരുതെന്ന് പറഞ്ഞ കാര്യങ്ങളേക്കാൾ അവർക്ക് സാത്താൻ പറഞ്ഞ ശാസ്ത്രവും പ്രത്യയശാസ്ത്രങ്ങളും നിരീശ്വരവാദങ്ങളും യുക്തിവാദങ്ങളൊക്കെ ആയിരുന്നു അവർക്ക് വിശ്വസിക്കാൻ എളുപ്പം. എന്തായിരുന്നെന്നറിയോ അതിൻ്റെ ദാരുണഫലം? തലമുറ ശപിക്കപ്പെട്ടതായി. മക്കൾ വഴിവിട്ടുപോയി, മക്കൾ തെറ്റിപ്പോയി, സഹോദരനെ കൊല്ലുന്ന രീതിയിലേക്ക് കുടുംബം അധപ്പതിച്ചു. ദൈവികമായ
ദൈവിക അന്തരീക്ഷത്തിൽ നിന്ന് അവരെന്നേക്കും പുറന്തള്ളപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിത്യ നരകത്തിലേക്ക് ആ കുടുംബം എന്നേക്കുമായിട്ട് തള്ളപ്പെട്ടു. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നസ്രയത്തിലെ കുടുംബത്തെ ഇച്ചിരിയൂടെ മാറ്റി നിർത്തുന്നത് എന്താണെന്ന് അറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയഭാരം കൂടേണ്ടത്. നസ്രയത്തിലെ കുടുംബത്തിലെ കാലഘട്ടം നമ്മൾ അടുത്തൊന്ന് പരിശോധിക്കുമ്പോൾ പഴയ നിയമ പുസ്തകമായ മാലാഖി പ്രവചനം അവസാനിച്ചിട്ട് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം തുടങ്ങുന്നത് വരെയുള്ള ഇടയ്ക്കുള്ള കാലഘട്ടം 400 വർഷം. 400 വർഷത്തെ ഗ്യാപ്പുണ്ട് ആ 2 പുസ്തകങ്ങൾ തമ്മിൽ. നിങ്ങൾക്കറിയാമോ, ആ 400 വർഷത്തെ ഗ്യാപ്പിനിടയ്ക്ക് ദൈവം ഭൂമിയുമായിട്ട് സംസാരിച്ചിട്ടില്ല. ദൈവം ഭൂമിയുമായിട്ട് യാതൊരു ബന്ധവും ആ സമയത്ത് കീപ്പ് ചെയ്തിരുന്നില്ല. അതായത് വലിയൊരു ആത്മീയ വരൾച്ചയുടെ കാലഘട്ടം, ഒരു ആത്മീയ നിശബ്ദതയുടെ കാലഘട്ടം. അവർക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ലഭിക്കുന്നത് പോലെയുള്ള ദൈവ സാന്നിധ്യം അറിയുവാൻ നമ്മളെ സഹായിക്കുന്നതായ യാതൊരു കൂദാശകളുടെയോ വചനങ്ങളുടെയോ അങ്ങനെ ഒന്നും കിട്ടാത്ത വളരെ ദരിദ്രമായ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയും യോസേപ്പ് പിതാവും തുല്യം വയ്ക്കാനാവാത്ത, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ദൈവവിശ്വാസം പുലർത്തിയത് അവരുടെ പിതാക്കന്മാർ പറഞ്ഞു കേട്ട കുറച്ച് ദൈവിക സങ്കല്പങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ്. ഒരു നടുക്കുന്ന ഭാരം നമ്മൾ ഈ നിമിഷം ഒന്ന് വേട്ടയാടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുമില്ലാതിരിക്കെ ആരോ പറഞ്ഞു കേട്ട അവരുടെ പിതാക്കന്മാർ, അത് 400 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് അല്ല, അതിനൊക്കെ എത്രയോ മുമ്പുള്ള ഗ്രാൻഡ് പാരൻസ് പറഞ്ഞ ആ ദൈവത്തെ കണ്ണും പൂട്ടി മുമ്പും പിമ്പും നോക്കാതെ വിശ്വസിക്കാൻ അവർക്ക് മുകളിൽ നിന്ന് കൃപയെ അവർ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി. ഇത് പറയുമ്പം ഞാൻ ഒന്നുകൂടെ മറ്റേ കുടുംബത്തിലേക്ക് തിരിച്ചു വരികയാണ്. നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ദൈവിക സൗകര്യങ്ങളെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. ഈ കൊറോണ കാലഘട്ടം നമ്മളോട് ഒത്തിരി സംസാരിച്ചതാണ്. ഈ കിട്ടിയ ദൈവിക സംവിധാനങ്ങളെ വളരെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. ഏതു നിമിഷവും അന്ന് സംഭവിച്ച പോലെ ഒരു ആത്മീയ വരൾച്ചയുടെ കാലഘട്ടം, ദൈവസാന്നിധ്യം അറിയാൻ പറ്റാത്തൊരു കാലഘട്ടം ദൈവത്തിന് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ പരിശുദ്ധ കുർബാനയെ ലാഘവബുദ്ധിയോടുകൂടെ സമീപിക്കരുത്. പൗരോഹിത്യത്തെ ഒരു പരിഹാസത്തിനോ വില കുറച്ചുള്ള നമ്മുടെ സാധാരണ ജീവിത സംസാരങ്ങളിലേക്കോ ഒരു വില കുറഞ്ഞ ഒരു ടോപ്പിക്കായിട്ട് കൊണ്ടുവരരുത്. പരിശുദ്ധ കൂദാശകളെ അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടെ കാണണം. അത് നേരം പോക്കുകളല്ല. ഈ പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നത് എന്താണെന്ന് ഹൃദയ കണ്ണുകൊണ്ട് കാണാൻ നമുക്കൊരു ഭാഗ്യം സ്വർഗം തന്നാൽ ഒരു തുള്ളി കണ്ണുനീർ വീഴാതെ പരിശുദ്ധ കുർബാനയിൽ നിൽക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച് നിൽക്കാൻ നമുക്ക് പറ്റില്ല. പരിശുദ്ധ കൂദാശകളെ പരിഹസിക്കുവാനോ അതൊക്കെ ഓരോരോ നേരം പോക്കുകളാണെന്ന് പറയുവാനോ നമുക്ക് പറ്റില്ല. പൗരോഹിത്യത്തെ നമുക്ക് തോന്നിയ പോലെ എടുത്ത് സംസാരിക്കരുത്. കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ് കർത്താവിൻ്റെ അഭിഷിക്തർ. ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ ഈ കാര്യങ്ങളിൽ വളരെ ജാഗ്രതാപൂർവമായൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കണം. കുടുംബങ്ങളിലിരുന്ന് മക്കൾ കേൾക്കെ കുർബാനയെ, ഈ കൂദാശകളെ, പൗരോഹിത്യത്തെ എല്ലാം കേവലം നിസാര വിഷയമായിട്ട് നമ്മൾ സംസാരിക്കരുത്. അവരെ തീക്ഷ്ണമായിട്ട് ഇതിനോടെല്ലാം അഭിനിവേശമുള്ളവരായിട്ട് വളർത്തണം. കയീനും ഹാബീലും വലിയ മനുഷ്യരായിട്ട് കൂടെ അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതായിട്ടോ അവരൊരുമിച്ച് ആരാധനയ്ക്ക് പോകുന്നതായിട്ടോ വചനത്തോടൊരു ഇഷ്ടം കാണിക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല. എന്നാൽ ഇപ്പുറത്തെ കുടുംബത്തിലേക്ക് വരുമ്പം, നസ്രയത്തിലെ കുടുംബത്തിലേക്ക് വരുമ്പം 12-ാമത്തെ വയസ്സിൽ ആ കുഞ്ഞ് ജ്ഞാനം നിറഞ്ഞവനായിരുന്നു. ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മുടെ കുഞ്ഞുങ്ങൾ 12-ാമത്തെ വയസ്സിൽ വാട്സപ്പും ഫേസ്ബുക്കും അങ്ങനെയുള്ള ലോകത്തിൻ്റെ മായാ കാഴ്ചകളിലേക്കും വീണു പോകുന്ന ആ പ്രായത്തിൽ 12 വയസ്സുള്ള ആ കുഞ്ഞ് ജ്ഞാനം നിറഞ്ഞവനായിട്ട് കണ്ടെങ്കിൽ അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. അപ്പനും അമ്മയും ദൈവകാര്യങ്ങൾക്ക് വില കൊടുത്തവരായിരുന്നു. ആ കുഞ്ഞ് കാണുന്നത് എവിടെയോ പറഞ്ഞു കേട്ട അവർക്ക് കേട്ടുകേൾവി മാത്രമുള്ള ദൈവത്തിന് വേണ്ടി ജീവിതം വലിച്ചെറിയുവാൻ ധൈര്യം കാണിച്ച ഒരു അപ്പനും അമ്മയും. മുട്ടുമടക്കണം. ഓരോ കുടുംബത്തിലെ അപ്പനമ്മമാർ മുട്ടുമടക്കണം. മക്കൾ നന്നാവണമെന്ന് വാശി പിടിക്കുന്നതിന് മുമ്പ്, മക്കൾ നന്നാവണം, എൻ്റെ മക്കൾ വിശുദ്ധരാവണം, ദൈവത്തോട് ചേർന്ന് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദം ഹവ്വ ആറ്റിറ്റ്യൂഡും മാറ്റണം. നമ്മളൊരു ആദമും ഹവ്വയുമായി നിന്നുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ രക്ഷകൻ പിറക്കണമെന്ന്
വാശി പിടിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് എത്ര ഇമ്പോസിബിളാണ്. വില കൊടുക്കണം, വചനത്തോടൊരു വില കൊടുക്കണം. ബൈബിള് വായിക്കാൻ ഇഷ്ടമില്ലേ, ഒരാഗ്രഹം തോന്നുന്നില്ലേ, ചോദിക്കണം, കൃപ ചോദിക്കണം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃപ ചോദിക്കണം. ഭൗതിക കാര്യങ്ങൾ താനേ നമ്മൾ ചിന്തിക്കുന്നതിലും ഇരട്ടിയായിട്ട് സ്വർഗം നമുക്ക് ചെയ്തു തരും. ഒരു കുടുംബത്തിലേക്ക്, ഇന്നത്തെ കാലഘട്ടത്തിലെ കുടുംബത്തിലേക്ക് വരുമ്പം വളരെ എന്നിട്ടും ആ ഏജ് ഡിഫറൻസിനെ എല്ലാം മറികടന്നുകൊണ്ട് വലിയൊരു സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിന്, ഒരു ഫിസിക്കൽ ഇൻറ്റിമസി അവർക്കിടയിൽ സാധ്യമായിരുന്നില്ല. സ്വർഗം നിഷേധിച്ചിരുന്നു. പക്ഷെ ഒരു പരാതിയില്ല. യോസേഫ് പിതാവിനെ എടുക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന വധു പ്രഗ്നൻ്റ് ആണ്. എങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? പക്ഷേ പരാതിയില്ല. എന്താണ്? ദൈവം കൂട്ടിച്ചേർത്തതാണ്. ദൈവം കൂട്ടിച്ചേർത്തതാണ്. കുറവുകളുള്ള വ്യക്തികളെ നമ്മളോട് കൂട്ടിച്ചേർക്കുമ്പോൾ ആരാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്? കുറവുകളുള്ള വ്യക്തികളെ, ജീവിത പങ്കാളികളെ നമ്മളോട് ചേർത്ത് നിർത്തുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യയുടെ കുറവുകൾ നികത്തുവാൻ വേണ്ടി മുട്ടുകുത്തുന്ന ഭർത്താവ്, ഭർത്താവിൻ്റെ കുറവുകൾ നികത്തുവാൻ വേണ്ടി മുട്ടുകുത്തുന്ന ഭാര്യ. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, കുറവുകളുള്ള ജീവിത പങ്കാളിയെ സ്വർഗം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയും യോസേഫ് പിതാവുമായിട്ട് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാനുള്ളൊരവസരമാണ്. സ്വർഗീയ ജീവിതം നയിക്കുവാനുള്ള അവസരമാണ്. നമ്മൾ വഴിവിട്ട ജീവിതങ്ങൾ കുടുംബത്തിൽ വിളയാടുമ്പോൾ, വഴിവിട്ട രീതിയിൽ നിന്ന് കുടുംബങ്ങൾ അധപ്പതിക്കുമ്പോൾ മറ്റാരും ശ്രദ്ധിക്കുന്നില്ല, മറ്റാരും ഇതൊന്നും കാണുന്നില്ല, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കർത്താവിൻ്റെ അഗ്നിക്കണ്ണുകൾ നമ്മളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കുടുംബങ്ങൾക്ക് തീ പിടിച്ചില്ലെങ്കിൽ, കുടുംബങ്ങൾ അഭിഷേകത്തിലായില്ലെങ്കിൽ വരും തലമുറ വലിയ ശാപത്തിലേക്ക് നീങ്ങുമെന്ന് സ്വർഗം നമ്മളോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. കുടുംബത്തിൽ വിശുദ്ധർ പിറക്കട്ടെ എന്നാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. കുടുംബത്തിൽ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ കൃപ ലഭിക്കുന്ന മക്കൾ ജനിക്കട്ടെ എന്നാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. പരിശുദ്ധ അമ്മയെപ്പോലെ, യോസേഫ് പിതാവിനെ പോലെയും നീറി എരിഞ്ഞു തീരുവാൻ കൃപ ലഭിക്കുന്ന കുഞ്ഞുങ്ങളാകട്ടെ നമുക്ക് ജനിക്കുന്നത് അന്നാകട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. അപ്പോൾ ഈ കുടുംബ ജീവിതത്തെക്കുറിച്ചുള്ള ഈ വിഷയത്തിൽ ശക്തമായൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടതുണ്ട്. കുടുംബങ്ങൾ തിരുത്തപ്പെടട്ടെ. കുടുംബങ്ങളിലേക്ക് അവാച്യമായ ഒന്നുമില്ലായിരിക്കാം, ലോകത്തിൻ്റെ കണ്ണിൽ സമൃദ്ധമായി ഒന്നും നമുക്കുണ്ടാവില്ല. പക്ഷേ നമ്മളറിയാത്തൊരു സ്വർഗീയ ആനന്ദമുണ്ട്, ഒരു സമാധാനമുണ്ട്. അതൊക്കെ ലഭിക്കുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യാചിക്കാം. ഒരു കാര്യം കൂടെ, ഒരു റിക്വസ്റ്റ് കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ലോകത്തിൽ ആദമും ഹവ്വയുമായിട്ട് ജീവിക്കാൻ വേണ്ടി, അതായത് ലോക സൗകര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെയുള്ള ആഗ്രഹം മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ലോക ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുവാനുള്ള ഒരു ഏജൻ്റായിട്ട് പരിശുദ്ധ അമ്മയെ ദയവ് ചെയ്ത് നിങ്ങൾ തരം താഴ്ത്തരുത്. നമ്മൾ തരം താഴ്ത്തരുത്. വലിയൊരു തിരുത്തൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ വലിയൊരു തെറ്റാണത്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും, ഒരു കാറ് കിട്ടുന്നതിന് വേണ്ടിയും, ഒരു വീട് കിട്ടുന്നതിന് വേണ്ടിയും, അങ്ങനെ നമ്മുടെ ജീവിത സൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി സ്വർഗത്തോട് യാചിക്കുന്ന ഒരു ഏജൻ്റായിട്ടാണ് ഞാൻ അമ്മയെ കണ്ടത്. എന്തൊരു മാരക പാപമാണെന്നറിയാമോ അത്? ആ തിരിച്ചറിവ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മൾ മധ്യസ്ഥം യാചിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത്, ആത്മീയമായിട്ടുള്ള നിറവിന് ഈ ദേവാലയത്തിൽ നിങ്ങൾ പ്രകടമായ മാറ്റം, നിങ്ങൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ വചനങ്ങൾ എല്ലാ ഹൃദയങ്ങളെ ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ നിമിഷം ഓൺലൈനായിട്ടും ഇവിടെ സന്നിഹിതരായിട്ടും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും കുടുംബ മേഖലയെ ഏറ്റെടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കുറച്ച് പേരുകൾ ഈ പരിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ എനിക്ക് ഓർക്കാതെ ഇരിക്കാൻ പറ്റില്ല. അത് ഓർക്കാതെ പോയാൽ എനിക്കതൊരു വലിയ സങ്കടമാണ്. പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം. ഒരു 2-3 വർഷം മുമ്പ് കൃപയിൽ നിന്ന് വിട്ടുപോയി കംപ്ലീറ്റ് നിരീശ്വരവാദം എന്നുള്ള ആ വലിയ പൈശാചികമായ കെണിയിലേക്ക് ഓൾമോസ്റ്റ് വീണു എന്ന് പറഞ്ഞ് നിൽക്കുന്ന എൻ്റെ അടുത്ത് എൻ്റെ ആത്മസുഹൃത്ത്, എൻ്റെ എന്താ പറയുക, സുഹൃത്തുനിന്നൊന്നും അവളെ പറഞ്ഞാൽ പറ്റില്ല, എൻ്റെ നെഞ്ചോട് ചേർത്ത് ഞാൻ വെച്ചിരിക്കുന്ന അനു അന്ന സേവ്യർ,
അവൾ ഒമാനിലാണ്, എന്നെ കേൾക്കുന്നുണ്ടാകും. അവൾ എന്നോട് ആവർത്തിച്ച് പറഞ്ഞു, അന്ന, നിനക്ക് ലഭിച്ചിരിക്കുന്ന കൃപ നീ നശിപ്പിച്ച് കളയരുത്. ഞാൻ അവളോട് പറഞ്ഞു, കൃപയൊന്നുമില്ല, അതൊക്കെ വെറുതെയാണ്, നീ ഇതൊക്കെ ഒന്ന് കേട്ടു നോക്ക്, ലോകം പറയുന്ന കേട്ടു നോക്ക്, അതാണ് ശരിയെന്ന്. പക്ഷെ അവൾ എന്നോട് കൂടുതൽ തർക്കിക്കാനൊന്നും നിന്നില്ല. അവൾ എനിക്ക് വേണ്ടി മുട്ടുമ്മേൽ നിന്നു. അവൾ എനിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം കണ്ടുമുട്ടുവാനോ അല്ലെങ്കിൽ ഒന്ന് ബന്ധപ്പെടുവാനോ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കുകയാണ്. അത് അവളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം കൊടുത്ത ആൻസറാണ്. ആ വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ വ്യക്തി എന്നോട് പറഞ്ഞു, അന്ന, കർത്താവ് നിന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട്. അനു ആവർത്തിച്ച് എന്നോട് ആവശ്യപ്പെട്ടത് അതാണ്. ഇപ്പോൾ ഇദ്ദേഹവും പറയുന്നു, കർത്താവ് അന്നെ വിളിക്കുന്നുണ്ട്, കർത്താവ് നിന്നെ വിളിക്കുന്നുണ്ട്, കർത്താവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ തലയ്ക്ക് മുകളിൽ കുറേ ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ടുവച്ച എൻ്റെ പ്രിയപ്പെട്ട മനോജ് ബ്രദർ, അദ്ദേഹം പിന്നീട് പ്രാർത്ഥനയിലേക്ക് തിരിച്ചു വരണമെന്ന് ശക്തമായ ആഹ്വാനം തന്നു കഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നിന്ന് പതുക്കെ മാറി നിന്നപ്പോൾ കർത്താവ് ഒരു കരം എൻ്റെ കയ്യിലേക്ക് ചേർത്ത് പിടിപ്പിച്ചു. ഈ കൈ പിടിച്ച് നീ യാത്ര ചെയ്യുക, ഈ കൈ പിടിച്ച് യാത്ര ചെയ്യുക. എന്താണേലും കർത്താവ് തന്ന ആ കൈകൾ എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിരുന്നു. അതെൻ്റെ ജീവിതത്തെയും ആത്മാവിനെയും ഏറ്റെടുക്കാൻ തുടങ്ങി. അത് മറ്റാരുമല്ല, എൻ്റെ പ്രിയപ്പെട്ട ഡാനിയൽ പൂർണ്ണത്തിൽ അച്ഛൻ. അച്ഛൻ്റെ കൈ പിടിച്ച് വചനത്തിൻ്റെ ലോകത്തിലൂടെ ഞാൻ യാത്ര ചെയ്തു. വചനം ഒരുപാട് കേൾക്കുവാനും പഠിക്കുവാനും വലിയ പ്രോത്സാഹനം അവിടെ നിന്ന് എനിക്ക് കിട്ടി. അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്ന് അച്ഛൻ, ബഹുമാനപ്പെട്ട എൻ്റെ ഡാനിയൽ അച്ഛൻ, എന്നെ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് നസ്രയത്ത് എന്ന പട്ടണം കാണിച്ചു തന്നു. എന്നിട്ട് ഇനിയും മുന്നോട്ട് പോകുവാൻ എന്നോട് ഇങ്ങനെ നിരന്തരം പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിന്നീട് എൻ്റെ യാത്രയിൽ കടന്നു വന്ന ദൈവം അയച്ച ദൂതന്മാരെ പോലെ ഞാൻ കാണുന്ന 1-2 പേര്, നമ്മുടെ മുൻ വികാരി ബഹുമാനപ്പെട്ട അനീഷ് ജോർജ് മാമ്പിള്ളിൽ അച്ഛൻ. 2020 ഏപ്രിൽ 24 കൊറോണ കാരണം ദേവാലയങ്ങളെല്ലാം അടച്ച സമയത്ത് സമാജം ഗ്രൂപ്പിൽ ചെറുതായിട്ട് വചനമൊക്കെ പങ്കുവെക്കട്ടെ അച്ഛാ എന്ന് ചോദിച്ചപ്പോൾ, പെർമിഷൻ ചോദിച്ചപ്പോൾ അച്ഛൻ ബ്ലെസ് ചെയ്തിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അച്ഛൻ്റെ ബ്ലെസ്സിങ് ഞങ്ങളുടെ വചനയാത്രയിൽ വലിയൊരു അനുഗ്രഹമായിരുന്നു, വലിയൊരു സംരക്ഷണമായിരുന്നു. അത് ഇന്ന് എന്നെ എത്തിച്ചിരിക്കുന്നത് ഈ പരിശുദ്ധ മദ്ബഹായുടെ മുമ്പിലാണ്. യോഗ്യതയില്ലാത്ത എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ച് ഈ മദ്ബഹായുടെ മുമ്പിൽ നിർത്തുമ്പോൾ അച്ഛൻ്റെ പൗരോഹിത്യ ആശീർവാദത്തിൻ്റെ ശക്തിയെ ഞാൻ മനസ്സിലാക്കുകയാണ്. അന്നും ഇന്നും ഒത്തിരി സപ്പോർട്ടുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ലിൻസ് അച്ഛനോടുള്ള വലിയ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഒരു ചിരി മതി, അച്ഛൻ്റെ ഒരു പോസിറ്റീവ് സപ്പോർട്ട് ആ സ്മൈലിലുണ്ട്. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരു പേരാണ് ബഹുമാനപ്പെട്ട റെജി ചവർപ്പനാൽ അച്ഛൻ. സെൻറ് മേരീസ് യാക്കോബായ സുറിയാനി ചർച്ച് താളൂർ അവിടുത്തെ വികാരിയായിട്ട് ഇപ്പോൾ സേവനം അനുഷ്ഠിക്കുന്ന റെജി ചവർപ്പനാൽ അച്ഛൻ ഒത്തിരിയേറെ വചനത്തോട് അടുപ്പിക്കുവാൻ, വചനം പറഞ്ഞു തരുവാൻ അച്ഛൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ മുന്നോട്ട് വരുമ്പോൾ ഈ പേര് ഞാൻ അവസാനമാണല്ലോ പറയുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഈ പേര് ഞാൻ പറയുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന സ്നേഹവും ബഹുമാനവും ആദരവും എത്രയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ പിതൃതുല്യൻ, എൻ്റെ ഗുരുതുല്യൻ, എൻ്റെ ഗുരുവും പിതാവുമായ വർഗീസ് മൺറത്തച്ഛൻ ഇവിടെ എത്തി നിന്ന എന്നെ എൻ്റെ കൈ പിടിച്ച് ഈ പരിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ വചനം പങ്കുവെക്കുവാൻ അച്ഛൻ മുമ്പും പിമ്പും ചിന്തിക്കാതെ എന്നെ വിളിച്ച് കൊണ്ടു നിർത്തിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. അച്ഛൻ്റെ ആ ധൈര്യത്തിന് മുമ്പിൽ ഞാൻ നമിക്കുകയാണ്. അച്ഛനോടുള്ള സ്നേഹവും ഈ നിമിഷം ഞാൻ അറിയിക്കുകയാണ്. ഇനി ഒരു പേര് കൂടെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് വേണ്ടി ഒരു വാരിയെല്ലാം മാറ്റിവെച്ചൊരു വ്യക്തി വിദൂരതയിലിരുന്ന് എന്നെ കേൾക്കുന്നുണ്ട്. ദൈവം കൂട്ടിച്ചേർത്ത് ഒരു കുടുംബ വിളിയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ എനിക്ക് ഇണയായിട്ട് തന്ന ബഹുമാനപ്പെട്ട, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി മിസ്റ്റർ ലിജു ജോൺ, ലിജേട്ടനെയും ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഒത്തിരിയേറെ എന്നെ സ്നേഹിക്കുന്നതിനും കരുതുന്നതിനുമുള്ള സ്നേഹം ഞാൻ തിരിച്ച് നൽകുകയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വചനചിന്തയിൽ നിന്ന് വിരമിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവഭേദ്യമാകുവാൻ നമുക്ക് വ്യക്തിപരമായും നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചന സന്ധ്യയിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. നന്ദി.